സുഹൃത്തുക്കളെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്. അറിയാം, അഹിംസാ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ബുദ്ധനോളം പഴക്കമുള്ളതാണ്. ബുദ്ധൻ്റെ ഊർജമാണ്, ബുദ്ധൻ്റെ ഓറയാണ്, ബുദ്ധൻ്റെ രശ്മിയാണ്. അത് ഗാന്ധിയിലൂടെ ഇനി വരാൻ പോകുന്ന അഹിംസാ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവിരുദ്ധമായ ചിന്തകളുള്ള എല്ലാ മനുഷ്യരിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഈ യുദ്ധവെറി എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം ഈ ഗാന്ധി ദർശനത്തിൻ്റെ പ്രസക്തി അത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ഈ യുദ്ധവെറിയെ എങ്ങനെ അവസാനിപ്പിക്കാം? അത് ഗാന്ധി ദർശനത്തിലൂടെയാണോ, അഹിംസാവാദത്തിലൂടെയാണോ, അതോ മറ്റ് ക്രിയാത്മകമായ മറ്റ് ദർശനങ്ങളിലൂടെയാണോ, മാർക്സിസത്തിലൂടെയാണോ, ഇനിയിപ്പോൾ മറ്റ് വിപ്ലവപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെയാണോ? എന്തായാലും യുദ്ധവെറി ഇവിടുന്ന് ഇല്ലാതാവുന്നിടത്താണ് ഗാന്ധിസത്തിന് അല്ലെങ്കിൽ മാർക്സിസത്തിന് ഒക്കെ പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമൈൻസ് ആഫ്റ്റർ വൺ ഹാസ് ഗോട്ടൺ വാട്ട് വൺ ഹാസ് ലേൺഡ് ഇൻ എ സ്കൂൾ. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഇത്തരം ദർശനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പരിപാലിക്കുമെന്നുള്ളത് വലിയ വിഷയമാണ്. ഞാൻ നിൽക്കുന്നത് കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് നെടുപുഴ, അതിൻ്റെ മുൻപിലാണ്. ഇവിടെ ഗാന്ധി ബുക്ക് സ്റ്റാളിൻ്റെ ഒരു സ്ഥലമാണ്. ഈ ഗാന്ധി ബുക്ക് സ്റ്റാളിൻ്റെ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ജോൺസൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം കുറച്ച് ഗാന്ധി പുസ്തകങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണമെന്ന് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പം തീർച്ചയായിട്ടും ഈ കസ്തൂർബ കേന്ദ്രം, വനിതാ വായനശാല, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തൃശ്ശൂർ കേന്ദ്രം, ഗാന്ധി ബുക്ക് ഹൗസ്, ഇതെല്ലാം തൃശ്ശൂരിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. അപ്പോൾ ഈ ബുക്ക് സ്റ്റാള് അതിങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഈ ബുക്ക് സ്റ്റാളിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധി ഫൗണ്ടേഷൻ്റെ തൃശ്ശൂരിലുള്ള ഒരു ബുക്ക് സ്റ്റാളാണ്. അതിൻ്റെ ഒരു ചാർജാണ് ജോൺസൺ വായാണ്. ഈ ഒരു അനിവാര്യത അത് കൃത്യമായിട്ടും ലോകത്തിൻ്റെ മുൻപിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമ്രാജ്യത്വത്തിൻ്റെയും വർഗീയ ഫാസിസത്തിൻ്റെയും അജണ്ടകൾ, അത് യുദ്ധവെറി ആയിക്കോട്ടെ, വംശീയ കലാപമായിക്കോട്ടെ, വർഗീയ കലാപമായിക്കോട്ടെ, ഇതെല്ലാം നിലനിൽക്കുന്നിടത്തോളം ലോകം മുഴുവൻ ഗാന്ധി ദർശനത്തിൽ വീണ്ടും 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 ആഴത്തിൽ മുങ്ങിത്തപ്പി എങ്ങനെ ഈ സമാധാനപരമായ ഒരു ജീവിതം കരുപിടിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. പുതിയ തലമുറ, ഈ വയലൻസിൻ്റെ ഒരു തലമുറ. നമുക്കറിയാം, ബുദ്ധൻ എന്തുപേക്ഷിച്ചു പോകും, എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് ബുദ്ധൻ ഈ ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ബുദ്ധദർശനത്തിൻ്റെ റേയാണ് ഗാന്ധിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. ഞാനിവിടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തെ ഒന്നുകൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഞാൻ ചാക്കോടി അന്തിക്കാട്. അപ്പോൾ സമകാലിക ഇന്ത്യയിൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, അത് ലോകത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഫിലോസഫിക്കൊപ്പം തന്നെ, അത് ഈ പറഞ്ഞ സോക്രട്ടീസിൻ്റെ ദർശനം മുതൽ, ഗലീലിയോയുടെ ദർശനം മുതൽ,
പിന്നെ മാർസിൻ്റെ ദർശനം മുതൽ നാരായണഗുരുവിൻ്റെ ദർശനം മുതൽ ഗാന്ധി ദർശനം മുതൽ എല്ലാം ലോകത്തുണ്ടായ കവികൾ, എഴുത്തുകാർ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന, മാനവികതയെക്കുറിച്ച് പറയുന്ന, ലോക സമാധാനത്തെക്കുറിച്ച് പറയുന്ന ആൽഫ്രഡ് നോബൽ അടക്കം എല്ലാവരും, ചാർലി ചാപ്ലിൻ അടക്കം ബുദ്ധൻ്റെ റേ ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ യുദ്ധത്തിനെതിരെ എപ്പോൾ നമ്മൾ ശബ്ദിക്കുന്നുവോ അപ്പോഴെല്ലാം ബുദ്ധൻ്റെ ദർശനം അല്ലെങ്കിൽ ഗാന്ധിയുടെ ദർശനം അവിടെ ഉണ്ടായിരിക്കും. ഈ ഒക്ടോബർ 2 നമ്മളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട്, നമ്മുടെ അകത്തേക്ക് പോയിട്ട്, നമ്മുടെ നിശബ്ദതയിൽ അഹിംസ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അത് ഇനി വരും കാലങ്ങളിലെ ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സമരമാർഗമായിട്ട് എങ്ങനെ വികസിപ്പിക്കാമെന്ന്, അത് ഒപ്പം തന്നെ കമ്മ്യൂണിസത്തിൻ്റെ ചിന്തകളും അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ സമരമാർഗമാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു തലം ഉണ്ട്. അപ്പോൾ മാവോ പറയുന്ന ഒരു കോട്ടിങ്സ് ഉണ്ട്. മാവോ മാത്രമല്ല, ചെഗുവേരയും പറയുന്നു. അപ്പോൾ 2 തരം യുദ്ധങ്ങളാണ് ഭൂമിയിലുള്ളത്. സാമ്രാജ്യത്വ യുദ്ധം എന്ന് പറഞ്ഞ ലോകത്തെ കൊള്ള ചെയ്യാനുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തുന്നത് സമരം, യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിൻ്റെ സമത്വത്തിന് വേണ്ടിയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യാവകാശങ്ങളും തിരിച്ചു പിടിക്കാനാണ്. അപ്പോൾ ഈ ഒരു വല്ലാത്തൊരു ദർശനം, ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഗാന്ധി ദർശനവും അഹിംസാ ദർശനവും അതിങ്ങനെ ഉൾച്ചേർന്നുകൊണ്ട് എങ്ങനെ ഒരു പുതിയ സമര മാർഗം വികസിപ്പിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വരും കാലങ്ങളിൽ മനുഷ്യരാശി അത് അവരുടെ സ്വന്തം ദർശനമാക്കി മാറ്റാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു നിർത്തുന്നു. ചാക്കോടി അന്തിക്കാട്. ഞാനിപ്പം ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ എൻ്റെ അയൽവാസിയായിട്ടുള്ള മുല്ലനേഴി മാഷുടെ കവി മുല്ലനേഴിയുടെ കവിത ഗുരുപ്രണാമം എന്ന് പറഞ്ഞ കവിതയാണ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും തുടക്കത്തിൽ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ പാർട്ട് ഓൺ ഓഫ് ഫിലിംസിൻ്റെ പേജാനണി അവാർഡിൻ്റെ പരിപാടികൾക്കാണെങ്കിലും വീട്ടിലെ സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഒക്കെ പാടാറുള്ളതാണ്. മകൻ ഇതിപ്പോൾ ഒന്ന് ആലപിക്കും. തിയോ, അങ്ങനെ പേര് തിയോ, അവൻ ഗുരുപ്രണാമം എന്നുള്ള കവിത ആലപിക്കുന്നു. അമ്മയ്ക്കുമച്ഛനുമാദ്യ പ്രണാമം, ആചാര്യമാർക്കോ സൂര്യപ്രണാമം, ചെങ്ങാതിമാർക്കും മറ്റുള്ളവർക്കും മംഗളം നിറയുന്ന സ്നേഹ പ്രണാമം, സ്നേഹ പ്രണാമം. മാനവജന്മ പിറവിക്കു നന്ദി, നന്മുലപ്പാലിൻ കരുണയ്ക്കു നന്ദി, താലോലമാട്ടിയ കൈകൾക്കു നന്ദി, താരാട്ടുപാട്ടിനു കൂട്ടിനു നന്ദി, അക്ഷരപ്പൂവിലെ തേനിനു നന്ദി, അറ്റമില്ലാത്തോരറിവിനു നന്ദി, മോഹങ്ങൾ തിരിനീട്ടും പുലരിക്കു നന്ദി, സ്നേഹാലയമാമിപ്പാരിനു നന്ദി, ഇപ്പാരിനു നന്ദി. അമ്മയ്ക്കുമച്ഛനുമാദ്യ പ്രണാമം, ആചാര്യന്മാർക്കോ സൂര്യപ്രണാമം, ചെങ്ങാതിമാർക്കും മറ്റുള്ളവർക്കും മംഗളം നിറയുന്ന സ്നേഹ പ്രണാമം, സ്നേഹ പ്രണാമം. അൽഹസ ഹൂഫ് മീഡിയ നവോദയ സാംസ്കാരിക കമ്മിറ്റി നവകേരള പേജിലാണ് നമ്മളിപ്പോൾ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഘാടക സമിതി ഹൂഫ് മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നവോദയ സാംസ്കാരിക കമ്മിറ്റിക്ക്
കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ പേരിലും ലോക മനസാക്ഷിയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിലും പ്രത്യേകം നന്ദി. എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചത് ബേബി ഭാസ്കർ, അതുപോലെ മാത്തുക്കുട്ടി നേരത്തെ LNV ഗ്രൂപ്പിലെ നാടക ഗ്രൂപ്പിൻ്റെ ആളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനാണ്. ഡോക്ടർ താര വഴിക്കൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റിയത്. പിന്നെ രാമചന്ദ്രൻ ഗുരുവായൂരുള്ളതാണ്, പാർട്ടി സഖാവാണ്, എല്ലാവരും സഖാക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി നന്ദി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയം വളരെ ഗഹനമായ വിഷയമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു നിരീക്ഷണത്തിൽ ഇത് പറയാൻ ശ്രമിക്കാം. അപ്പം ഗാന്ധിജിയും സമകാലിക ഇന്ത്യയും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ചരിത്രം എന്ന് പറയുന്നത് അത് എന്നും പോരാട്ടങ്ങളുടേതാണ്. മാർക്സ് പറഞ്ഞ പോലെ വർഗസമരങ്ങളുടെ ചരിത്രമാണ് അത്. അതിൻ്റെ ദാർശനിക തലത്തിലും സാംസ്കാരിക തലത്തിലും ഒക്കെയുള്ള വർഗസമരം കൂടിയുണ്ട്. അപ്പോൾ ഇതിന് ഓരോരുത്തരും എടുക്കുന്ന പാത ഓരോ രീതിയിലായിരിക്കും. ഇപ്പം നമുക്ക് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ മാർക്സിസ്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇവിടെ ഒരുപാട് മനുഷ്യക്കുരുതികൾ നടന്നിട്ടുണ്ട്. 10 നൂറ്റാണ്ടോളം ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ അറിയാലോ, ഡാർക്ക് ഏജ് എന്നുള്ള രീതിയിൽ. അന്നൊന്നും നമുക്ക് മാർക്സിസം എന്താണെന്ന് അറിയില്ല, ഗാന്ധിസം അറിയില്ല, പക്ഷെ ബുദ്ധൻ ഉണ്ട്. ഞാൻ എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് ഈ ബുദ്ധ ദർശനം ഒരു 2400-2500 വർഷത്തിൻ്റെയൊക്കെ ചരിത്രം ഉള്ളപ്പോൾ തന്നെയാണ് ഈ 1-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന നമ്മൾ പിന്നെ AD-യിലേക്ക് കടന്നിട്ട് പോലും ഈ അതിൻ്റെ കുരിശുയുദ്ധങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ച വരുന്നു. അതിനുശേഷം കൃത്യമായിട്ടും 10 നൂറ്റാണ്ട് 1000 വർഷത്തോളം ഡാർക്ക് ഏജ് ആണ്. ചർച്ചാണത് ലീഡ് ചെയ്തിരുന്നത്. അതിൻ്റെയൊക്കെ വലിയ വലിയ കഥകളാണ്. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്നു, ചിന്താശേഷിയുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് പറയാം, സത്യം പറഞ്ഞ ബ്രൂണോയെ ചുട്ടരിച്ച് കൊന്നു എന്നുള്ളതാണ്. ഞാൻ ആ ബ്രൂണോ എന്ന് പറയുന്ന കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ബ്രൂണോ ചുട്ടരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത് ഇപ്പതേ മിനിഞ്ഞാന്ന് നമുക്ക് കേട്ട ഒരു വാർത്തയും ഇതേപോലെ ഒരു കുട്ടിയെ, ഒരു ദളിത് പെൺകുട്ടിയെ 4 പേര് കൂടി മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന് നാക്കരിഞ്ഞ് നട്ടലൊക്കെ തകർത്ത് ആശുപത്രിയിൽ നിന്ന് ബോഡി പോലീസുകാർ പോലും മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കാതെ അത് കത്തിച്ച് കളയുന്നു. അപ്പം വല്ലാത്ത ഒരു അവസ്ഥയാണത്. ഈ ചരിത്രത്തിൻ്റെ അകത്ത് ഈ ദുരന്തങ്ങളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അതിൻ്റെ കറ മുഴുവനായിട്ട് മാഞ്ഞു പോകുന്നില്ല. അപ്പം നമുക്കറിയാം ബുദ്ധൻ എന്ന് പറയുന്നതിൻ്റെ ദർശനമാണ് ഇതൊക്കെ. ഈ പറഞ്ഞ ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യരുടെ ഏറ്റവും ക്രിയാത്മകമായ എല്ലാ ഭൂമിയിലുണ്ടായിട്ടുള്ള എല്ലാ നന്മ നിറഞ്ഞ പ്രവൃത്തികളുടെയും പിന്നിൽ ബുദ്ധന്റെ വയാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എന്നിട്ടും ഈ നെഗറ്റീവ് ഫോഴ്സസ്, ഈവിൾ ഫോഴ്സസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നോൺ വയലൻസിന്റെ കാര്യം പറയുമ്പോൾ അത് ഗാന്ധി തന്നെ പറയുന്നുണ്ട്, എൻ്റെതായ ഒരു ദർശനവും ഇല്ല. എല്ലാം നേരത്തെ മഹാന്മാർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, എല്ലാം ഇവിടെ ഉള്ളതാണ്. ഞാനത് പ്രായോഗികമായിട്ട് സമര മാർഗത്തിലേക്ക് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, പ്രായോഗികമായിട്ട് അതിനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ബുദ്ധൻ എന്ന് പറയുന്ന ഈ അഹിംസ എന്ന് പറയുന്ന വാക്ക്, അതിന്റെ തുടർന്ന് നമ്മൾ ക്രൈസ്റ്റിലേക്ക് വരുമ്പോൾ സ്നേഹം എന്നുള്ളൊരു വാക്ക്, ഗാന്ധിയിൽ വരുമ്പോൾ പിന്നെ ഇതെല്ലാം കൂടിച്ചേരും. അതിനിടയിൽ സത്യം പറയുന്ന ഒരുപാട് ഗലീലിയോ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് പോകും. പക്ഷെ ഒരു വലിയൊരു ഫാക്റ്റ് ഉണ്ട്, അതായത് ചരിത്രത്തിന്റെ ഒരു വെർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അത് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ജീവിതങ്ങൾ തന്നെ അവരെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് വെർട്ടിക്കലായി മാറുന്ന ഒരു തലമുണ്ട്, എന്ന് പറഞ്ഞാൽ അനശ്വരമായി മാറുന്ന ഒരു മാനത്തിലേക്ക് കടക്കും. അപ്പോൾ ബഹുഭൂരിപക്ഷം മനുഷ്യർ എന്ന് പറയുന്നത് അവരാരും ക്രിമിനൽസ് അല്ല, പക്ഷെ 1% ക്രിമിനൽസ് ഉണ്ട് ഭൂമിയിൽ. ബഹുഭൂരിപക്ഷം മനുഷ്യർ പോസിറ്റീവ് എനർജിയിൽ തന്നെയാണ്. മനുഷ്യ നന്മ വേണം, മനുഷ്യ സമാധാനം വേണം, സ്നേഹം വേണം, സാഹോദര്യം വേണം.
അങ്ങനെയാണ് മനുഷ്യന്റെ ഒരു നിലനിൽപ്പ്. ഏത് പ്രകൃതിയായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടും ഒക്കെ ജീവിക്കുന്ന മനുഷ്യന് പരസ്പരം തന്നെയാണ്. അല്ലെങ്കിൽ ഈ 600 ചില്ലാനും കോടി മനുഷ്യർ മുഴുവൻ ക്രിമിനൽസായി മാറിയേനെ. അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ 1% ആളുകളുണ്ട്, നെഗറ്റീവ് ഫോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവര് എല്ലാവരും നോക്കിയിട്ടുള്ളൂ. അവരെല്ലാവരും മരിച്ചതിന് ശേഷം പറയുന്നത് കുപ്രസിദ്ധി ആർജിച്ചവർ എന്നാണ്. കുപ്രസിദ്ധി ആർജിച്ചവർ, പ്രസിദ്ധി ആർജിച്ചവർ എന്നല്ല പറയും, നൊട്ടോറിയസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഗാന്ധിയിലേക്കൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധൻ മുതലുള്ള എൻ്റെ പരമ്പരകളുടെ തുടർച്ചയായിട്ട് ഞാൻ പറയുന്നത് കൊണ്ടാണ്. ഗാന്ധിയിലേക്ക് വരുമ്പോൾ ഗാന്ധിയുടെ ആ കാലഘട്ടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഭാഗത്ത് നേരെ ആൻറ്റിയായിട്ട് ഹിറ്റ്ലറുണ്ട്, ഒപ്പം തന്നെ ചാർലി ചാപ്ലിനുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റൈനുണ്ട്, പിന്നെ മഹത്തായ കവികളും എഴുത്തുകാരും ബെർത്തോൾഡ് ബ്രെയ്റ്റ് പോലുള്ള നാടകൃത്തുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഗാന്ധിയുടെ സമകാലികരായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിനെ നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കിയാൽ ഗാന്ധി നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ തലത്തിലേക്കാണ് കയറി പോകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശസ്തനായിട്ടുള്ള തലത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ചരിത്രപരമായ മാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനശ്വരതയിലേക്കാണ് പോകുന്നത്. കാലത്തെ അതിജീവിക്കുന്ന കർമ്മം ആയിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പം ഇവിടെ അഹിംസ, ഇപ്പം ലോകമേ തറവാട് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ട് തന്നെ ഗാന്ധി പറയുന്ന ലോകമേ തറവാട്, എല്ലാ മനുഷ്യരും പരസ്പരം സാഹോദര്യവും ഒക്കെ വേണം, എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് എല്ലാ മഹാന്മാരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പലപ്പോഴും ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംഭവിക്കുന്നത്. ഞാനതിനെ നമ്മളുടെ ഈ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാറിന്റെ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഇപ്പൊ ഗാന്ധിയുടെ മറ്റു മൂവ്മെന്റ് എല്ലാവർക്കും അറിയുന്നതാണ്. കയറി കയറി വരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ഗാന്ധി എവിടെ നിന്നാണ് ഈ ഏറ്റവും ഭീരുവായിട്ടുള്ള ഒരു കുട്ടി ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഗാന്ധി ഉണ്ടല്ലോ. ഇരുട്ടില് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കുന്ന ഒരു ഗാന്ധി ഉണ്ട്. അപ്പോൾ ഭൂതത്തെ പേടിക്കുന്നതിന് പകരം രംഭ എന്ന് പറയുന്ന വേലക്കാരി, പ്രായമുള്ളൊരു വേലക്കാരി പഠിപ്പിച്ചു കൊടുക്കുന്നത് രാമനാമം ജപിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ് എന്താണെങ്കിലും അതിപ്പോ ക്രിസ്തുവചനം പറയാനാണ് ഗാന്ധിയോട് പറഞ്ഞിരുന്നെങ്കിൽ അതായിരിക്കും പറയുമായിരിക്കും. അപ്പൊ ബുദ്ധദർശനമാണ് പറയണമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഗാന്ധി ബുദ്ധദർശനമായിട്ട് ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അത് ഏറ്റെടുക്കുമായിരുന്നു. പക്ഷെ രാമനാമം ആണ് ആ വീട്ടില്, കാരണം വൈഷ്ണവ കുലത്തിൽ അവരുടെ ഒരു വലിയ ഹൈ ക്ലാസ് ഫാമിലിയാണല്ലോ. അപ്പൊ അവിടെയൊക്കെ ഈ ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. ഗാന്ധിയുടെ അമ്മ തന്നെ വളരെ ഒരുപാട് അനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നതാണ്. ആഹാരം കഴിക്കണമെങ്കിൽ തന്നെ അങ്ങനെയാണ്, സൂര്യനെ കാണണം, സൂര്യനെ കണ്ടില്ലെങ്കിൽ ആഹാരം കഴിക്കില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര യാഥാസ്ഥികമായ ഒരു കുടുംബമാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് സാധാരണ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങേണ്ട ഒരു ഗാന്ധിയാണ് ഈ പേടിയായിട്ടുള്ള ഈ മനുഷ്യനാണ്. പക്ഷെ സംഭവിക്കുന്നത് അദ്ദേഹം സമരത്തിന്റെ മുഖത്തിലേക്കാണ് വരുന്നത്. ബാല്യവിവാഹം നടക്കുന്ന ഒരു കാര്യം തന്നെ ആലോചിച്ച് നോക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 13 വയസ്സിൽ കസ്തൂർബേനെ മാരി ചെയ്യുന്നത് മുതലുള്ള അതും കഴിഞ്ഞിട്ട് യാഥാസ്ഥികമായിട്ടുള്ള സ്ഥലത്ത് പിന്നീട് 18 വയസ്സാകുമ്പോഴേക്കും വക്കീലായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അങ്ങനെ കയറി വരുന്നു. അപ്പം ഇംഗ്ലണ്ടിൽ പോകുന്നു. ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ തന്നെ ഗാന്ധിനെ അവിടുന്ന് സമുദായത്തിൽ നിന്ന് പുറത്താക്കാനുള്ള വലിയ ശ്രമമൊക്കെ ഉണ്ട്. അതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള വിദേശികൾ യാത്രകൾ, കപ്പൽ യാത്ര ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്ര യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അതിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കും. അത് ഗാന്ധിയുടെ കുടുംബം എന്ന് പറയുന്നത് അച്ഛനൊക്കെ ദിവാനാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കും, ഭരണകൂടത്തിന്റെ തലത്തിൽ ഹൈ ഒഫീഷ്യലാണ്. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. കൂട്ടുകാർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഗാന്ധി ഇങ്ങനെ എത്തിപ്പെടുന്ന ഒരു സ്ഥലം നോക്കൂ. കപ്പൽ കയറി പോകുന്നു, വന്നിറങ്ങുന്നത് ഈ ഭയങ്കര ഡിസ്ക്രിമിനേഷനുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന വർണ്ണവറിയുടെ സ്ഥലത്ത് പ്രിട്ടോറിയ ഗവൺമെന്റിന്റെ ഒക്കെ ഭയങ്കര ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. പരസ്പരമായിട്ടുള്ള അടിമത്തത്തിന്റെ ഒരു തലം. അങ്ങനെയുള്ള സ്ഥലത്താണ് ആഫ്രിക്കയിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിൾസ് ആണ്. ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്നത്, പിന്നെ അവിടുത്തെ നമ്മളിപ്പോൾ ഈ പൗരത്വ ബില്ലിന്റെ ഇപ്പോഴത്തെ ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോലെ തന്നെയാണ് അന്നും അവിടെ സംഭവിക്കുന്നത്. ഈ കറുത്തവരെ വിവേചനത്തിന് അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ബില്ല് പാസ്സാക്കപ്പെടുന്നു. അത് സമ്മതിക്കില്ല, അതിനകത്ത് സമരം ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് ഗാന്ധി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഒരു വലിയൊരു വിഷയമുണ്ട്. ഇതിന്റെ ഈ വയലൻസിൽ നിൽക്കുന്ന ഭരണകൂടങ്ങളെല്ലാം ആയുധങ്ങളായിട്ട് എന്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഒരുപക്ഷെ പണ്ട് ബുദ്ധന്റെ ചരിത്രത്തിൽ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അജാതശത്രു പോലുള്ള രാജാക്കന്മാരും ഭയങ്കര ക്രിമിനലിസമുള്ള, ഭയങ്കര ക്രൂവൽറ്റി, ഓട്രോസിറ്റി ഒക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന, ഒരുപക്ഷെ ഗാന്ധിയെക്കാളും മനസ്സിലാക്കപ്പെടുമ്പോൾ ബുദ്ധൻ എന്ന് പറയുന്ന ആൾ ഒരു പ്രിൻസ് ആയിരുന്നു എന്നുള്ളതാണ്.
ഒരു ഒരു രാജവം ഇതാണ് ഭരണത്തിന്റെ ഇതിൽ നിൽക്കുന്ന പ്രിൻസ് രാജകുമാരനാണ്. ഇഷ്ടംപോലെ യുദ്ധങ്ങളൊക്കെ നടത്തി നന്നായിട്ട് വീഞ്ഞും നന്നായിട്ട് ഇതൊക്കെ കഴിച്ച് സ്ത്രീകളെയൊക്കെ ആയിട്ട് അവരെയൊക്കെ ആയിട്ട് ഒരു ഇഷ്ടം പോലെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒരുപാട് രാജാക്കന്മാരുടെ രീതിയിൽ തന്നെ വേണമെങ്കിൽ ബുദ്ധന് പോകാമായിരുന്നു. പക്ഷെ എവിടെയോ ഒരു മുറിവേൽക്കുന്നുണ്ട് മനസ്സിൽ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ബുദ്ധന്റെ ഒരു അവസ്ഥ, അത് ചുറ്റും ഈ അനീതികളും വേദനകളും എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച് പോകുന്ന ഒരു ബുദ്ധൻ എന്ന് പറയുന്നത് അത് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഗാന്ധി എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സമാനമായിട്ടൊരു സ്വഭാവം കാണാം. അപ്പൊ മനുഷ്യ ദുഃഖം, വേദന, ദാരിദ്ര്യം, പട്ടിണി, പീഡനം ഇതൊക്കെ കാണുമ്പോൾ ഏത് സമയവും നമ്മൾ വീട്ടിലിരുന്നിട്ട് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ മഹത്വം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് അനശ്വരമായ മാനത്തിലേക്കാണ് പോവുക, വെർട്ടിക്കലിലേക്കാണ് പോവുക. ആക്റ്റീവായിട്ട് അത് എഴുത്തുകാരനൊരു കവിത എഴുതുന്നു, ഒരു ലേഖനം എഴുതുന്നു, അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുന്നത് പോലും. അപ്പോൾ അത് എന്ന് നമ്മൾ ബഹുഭൂരിപക്ഷം മനുഷ്യന്റെ ഭൂരിഭാഗം മനുഷ്യരുടെ വേദന അനുഭവിക്കുന്നവരുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവോ ആ ഒരു ലൈഫ് സ്റ്റൈല് എന്നുള്ള രീതിയിൽ സിംപ്ലിസിറ്റിയിൽ അത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നു. അപ്പം നമ്മളറിയാതെ അനശ്വരമായ മാനത്തിലേക്ക് കയറുമെന്നുള്ളതാണ് ബുദ്ധൻ പഠിപ്പിച്ചൊരു പാഠമാണ്. അതായത് മനുഷ്യരാശി എന്ന് പറയുന്നത് എല്ലാവരും ബുദ്ധനായി തീരുക എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു ഭാഷയാണ് ലോകത്തിൽ കമ്മ്യൂണിസം വരിക എന്ന് പറയുന്നത്. ലോകത്തിലെല്ലാവരും ബുദ്ധനായി തീരുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അത് ചെറിയ ഒരു മനുഷ്യനാണെങ്കിലും വലിയ മനുഷ്യനാണ്, ചിന്തിക്കുന്നവനാണെങ്കിൽ അല്ലാത്തവനാണെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ വേവലാതിയെക്കുറിച്ചും വേദനയെക്കുറിച്ചും ചിന്തിക്കുന്നിടത്താണല്ലോ അതിന്റെ ഒരു ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പോലും പ്രസക്തി. അപ്പോൾ ലോകത്തിലെല്ലാവരും ബുദ്ധനായി തീരുക എന്നുള്ളതാണ്. ബുദ്ധൻ അൾട്ടിമേറ്റാണ് സംഭവിച്ചു കഴിഞ്ഞു. നേരത്തെ 2500 വർഷം മുമ്പേ സംഭവിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് ബുദ്ധനായി തീരാനാണ്. അതിന്റെ കൂട്ടത്തിൽ ഇടയിൽ ഒന്ന് ബസ് കയറി ഇറങ്ങിപ്പോകുന്ന ഒരാളായിട്ട് വരുന്ന പോലെയാണ് നമ്മൾ യാത്രയിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറങ്ങുന്ന പോലെ ഗാന്ധി കയറുന്നു, കുറെ സമരങ്ങൾ നടത്തുന്നു, പോസിറ്റീവ് എനർജി വീണ്ടും ചരിത്രത്തിലേക്ക് കൊടുക്കുന്നു. ഒപ്പം തന്നെ ഗാന്ധി ശരിയല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾ അഹിംസയ്ക്കെതിരെ ഹിംസയായിട്ട് ഹിറ്റ്ലർ വരുന്നു. ഹിറ്റ്ലറെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ സംഘപരിവാർ അടങ്ങുന്ന ആളുകളും ഈ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്നവർ. അപ്പോഴും നമ്മൾ അറിയാം ലോകത്തിന്റെ ശ്രുതി, ലോകത്തിന്റെ മനസാക്ഷി മാറിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ക്രിമിനൽസ് ആയിട്ടുള്ളവരൊക്കെ മഹാന്മാരെന്ന് ചിത്രീകരിക്കപ്പെടും എന്നുള്ളതാണല്ലോ സംഭവിക്കുക. അതിപ്പോ ഇനിയിപ്പോ അതാണ് അവര് ഇപ്പൊ കൊണ്ടുവരുന്ന അജണ്ട. ഗാന്ധി മഹാനല്ല, ഗാന്ധി ഭയങ്കര ക്രിമിനൽ എന്നും ഗോഡ്സെ മഹാനാന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോഴും നമുക്കറിയാം ബഹുഭൂരിപക്ഷം മനുഷ്യരെ ലോക മനസാക്ഷി അത് അംഗീകരിക്കണമെന്നില്ല. അപ്പൊ ഈ ഗാന്ധിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അത് ആ ഒരു ചരിത്രപരമായ അനിവാര്യതയായിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് നമുക്കറിയാം ഇവിടെ ഭഗത് സിംഗ് ഉണ്ട്, രാജഗുരു ഉണ്ട്, ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകളൊപ്പം ഉണ്ട്. ലോകത്തിലെ എല്ലാ സമരങ്ങളുടെ ഇടയിലും ഉണ്ട്. അത് റഷ്യ ഇപ്പോൾ എടുക്കുമ്പോൾ നിരന്തരം ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ട്രോട്സ്കി ഉണ്ട്, ലെനിനുണ്ട്. ലെനിൻ കുറെ കൂടി ഡെമോക്രാറ്റിക് ആവുന്നു എന്നുള്ള തലമുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. അപ്പം ഈ ഗാന്ധിനെ സ്വാധീനിക്കുന്നതിൽ ടോൾസ്റ്റോയ്ക്ക് ഭയങ്കര പങ്കുണ്ടെന്നാണ് പറയുന്നത്. ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നൊക്കെ പറഞ്ഞിട്ട് ടോൾസ്റ്റോയുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പരിവർത്തന സിദ്ധാന്തം, സമര സിദ്ധാന്തം എന്ന് പറയുന്ന രീതിയിൽ ടോൾസ്റ്റോയ് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ബോൾഷെവിക് പാർട്ടി 1906 ടോൾസ്റ്റോയ് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ലെനിൻ തന്നെ അത് ടോൾസ്റ്റോയിനെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ കുറവും കൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് 17 വിപ്ലവമൊക്കെ ആയിട്ട് മാറുന്നത്. കാരണം ചർച്ചായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ നിൽക്കുന്ന ടോൾസ്റ്റോയ് ഉണ്ട്. ഗാന്ധിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരിക്കുന്ന ടോൾസ്റ്റോയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ട് ഡോസ്റ്റോയെവ്സ്കിയെ കുറിച്ച് ഗാന്ധി പറയുന്നില്ല, ഗലീലിയോ മുതലുള്ള തിയറിയിലേക്ക് ഗാന്ധി അധികം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിൽ സ്പാർട്ടക്കസിനെ കുറിച്ച് ലെനിൻ പറയും, പക്ഷെ ഗാന്ധി പറയില്ല. നമ്മളിത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. കാരണം നമ്മൾ കിട്ടുന്നൊരു സ്കൂളിംഗ് ആണ്, ഒരു മീഡിയ ഓഫ് എക്സ്പ്രഷൻ. നമ്മുടെ വീട് എന്ന് പറയുന്നൊരു ആ പരിസരത്ത് നിന്ന് കിട്ടുന്ന ചില എഡ്യൂക്കേഷൻ ഉണ്ട്. അത് ആദ്യം എന്താണ് ഫീഡ് ചെയ്യുന്നത് അതാണ് മുന്നോട്ട് വരുന്നത്. ഇവിടെ നെഹ്റു ജനാധിപത്യത്തിനെയും സെക്യുലറിസത്തെ കുറിച്ചൊക്കെ വേറെ തലത്തിൽ അതിൻ്റെ ഒരുപാട് യൂറോപ്യൻ യുക്തിവാദത്തിന്റെ ഒക്കെ തോട്ടിൽ നിന്നൊക്കെയാണല്ലോ അത് അങ്ങനെ വരുന്നത്. ഗാന്ധി അതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഗാന്ധിക്ക് ഭയങ്കര ഈ സ്പിരിച്വലിസം ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണോ എന്നുള്ളതാണ്. ഇന്ത്യൻ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് ഭൗതികവാദം പറഞ്ഞാലും പ്രോബ്ലമാണ്, അന്ധമായിട്ട് ആത്മീയവാദം പറഞ്ഞാലും പ്രശ്നമാണ്.
ഒരു മിഡിൽ പാത്ത് എന്ന് ബുദ്ധൻ പറയുന്നത്. ആ മിഡിൽ പാത്തിന്റെ തലം തന്നെയാണ് ഇതിനകത്തും സംഭവിക്കുന്നത്. അപ്പൊ ഗാന്ധി വളരെ പ്ലാൻഡ് ആണ് ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ദീർഘദൃഷ്ടിയുടെയാണത്. എവിടെയാണ് സാധാരണ മനുഷ്യന്റെ പ്രശ്നം, അത് വിശ്വാസികളാണ്, മിത്തുകളിൽ നിൽക്കുന്നവരാണ്, പുരാണങ്ങളിൽ നിൽക്കുന്നവരാണ്, അങ്ങനെയുള്ളൊരു ജനതയാണ്. ആ ജനതയെ കയ്യിലെടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തലവും ഈ ഗാന്ധിയുടെ സമര മാർഗങ്ങളിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ സത്യാഗ്രഹം എന്നുള്ളൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഉപവാസം അതെല്ലാം ഒരു പ്രത്യേക പ്രയോഗമായിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നത്. ഒരു പക്ഷേ ഈ നമുക്കറിയാം ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ട് സൂര്യനസ്തമിക്കാത്ത രാജ്യം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് മുഴുവൻ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് വന്നതാണ് ഇതൊക്കെ. നമ്മുടെ തലച്ചോറിൽ നിന്നാണ് റെയിൽവേ ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ തലച്ചോറിൽ നിന്നാണ് നോബൽ ആൽഫ്രഡ് നോബലാണല്ലോ ഈ ബോംബിന്റെ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ പഴയ ബോംബിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ ഒരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അതേ നോബൽ തന്നെയാണ് ഈ ബുദ്ധന്റെ റേ വരുമ്പോൾ കണ്ടില്ലേ, മുഴുവൻ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പൈസ മുഴുവൻ എഴുതി കൊടുത്തു, ഇതേ ആൽഫ്രഡ് നോബൽ. അപ്പം ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആയുധങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളിടത്ത് ഈ ബ്രിട്ടീഷുകാരനെ നേരിടണമെങ്കിൽ ഗാന്ധി കണ്ടെത്തുന്ന ഒറ്റ പോയിന്റ് ആയുധത്തിനെ കൊണ്ട് അപ്പം ക്രൈസ്റ്റിലേക്ക് പോയി. ലവ് ദൈൻ എനിമീസ്, കാരണം ഒരു കണ്ണിന് പകരം കണ്ണ് ശരിയല്ല എന്ന് കണ്ടെത്തി. ഇതെല്ലാം നേരത്തെ തന്നെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ സംഘടിതമായിട്ടുള്ള സമരത്തിലൂടെയല്ല ഒരു പക്ഷെ ബുദ്ധനോ ക്രൈസ്റ്റോ അത് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു ദർശനം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നു, കുറച്ച് ശിഷ്യന്മാരായിട്ട് പോകുന്നു, ചെറിയ മൂവ്മെന്റുകൾ ഉണ്ടാക്കുന്നു. ഒരു മാസിനെ ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെന്റുകൾ അങ്ങനെ പറയപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ 18ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ വലിയ മാസ് മൂവ്മെന്റുകളുടെ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കലാപം സ്പാർട്ടക്കസ് നടത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സംഘടിത കലാപത്തിലേക്ക് വരുന്നത് അത് എന്തുകൊണ്ടാണ്? ഭരണകൂടം ഭയങ്കര സംഘടിതമായിട്ട് വരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മെഷീനറി, അവർ റെജിമെന്റേഷൻ തിയറി, അത് വരുന്നോടത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഒറ്റയ്ക്കുള്ള ചെറിയ കലാപങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പം ഈ ഒരു തലത്തിൽ ഗാന്ധിയുടെ പ്രയോഗ രീതികൾ തെളിഞ്ഞു വരുന്ന അവിടെയാണ്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ ചരിത്രപരമായ ഒരു ആവശ്യകതയായിട്ട് വരും ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരുപാട് ദുരന്തങ്ങളാവുമ്പോൾ നമുക്കറിയാം, ബ്രൂണോ നേരത്തെ ഞാൻ പറഞ്ഞതാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഗലീലിയോ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതാണ് സത്യം ഉടനെ പറയണ്ട. അപ്പൊ നമുക്കൊരു പ്രായോഗികമായ പൊളിറ്റിക്സ് ആണ് പറഞ്ഞു തരുന്നത്. അതായത് ഭൂമി പരന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ആശ്വാസമുണ്ട്. ജയിലിൽ കൊണ്ടിട്ടു ആളെ ഗലീലിയോനെ, അയാളും പറയണ ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞാൽ അയാളും ചുട്ടരിച്ചു കൊന്നേനെ. പക്ഷെ ബ്രൂണോയുടെ അനുഭവം അയാൾക്ക് പാടില്ല എന്നുള്ള ചരിത്രത്തിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? കുറച്ചുകൂടി പ്രാഗ്മാറ്റിക്, കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തലത്തിലേക്ക് വന്നിട്ട് ഭൂമി പരന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ബിഷപ്പ്മാർക്ക് എന്ത് ചെയ്തു? പ്രശ്നമില്ല. ഇങ്ങനെ കുറെ സമരങ്ങളുടെ സ്ട്രാറ്റജികളിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. ഇത് തന്നെയാണ് ഗാന്ധി അത് സ്വാംശീകരിക്കുന്നത്. കൂടെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി ഭഗവത്ഗീത സ്വാധീനമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഡു യുവർ ഡ്യൂട്ടി എന്നുള്ള ഒറ്റ വാക്ക് മതി. ആ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഭഗവത്ഗീതയിലും മറ്റു പലതും ഉണ്ട്, വളരെ നെഗറ്റീവായ പല കാര്യങ്ങളും ഉണ്ട്. ഗുരുക്കന്മാരെ കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ കൃഷ്ണന്റെ തിയറി ഉണ്ട്, യുദ്ധകാലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഡു യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സെൻട്രൽ പോയിന്റ് ഉണ്ട്. പ്രസന്റിൽ നിൽക്കുക എന്നുള്ള സംഭവമാണ്. ഇപ്പൊ പ്രസന്റിൽ നമ്മൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് ലോകം കത്തിയെരിയുമ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അന്വേഷിച്ച് പോകുന്നതിന് പകരം ആരാണ് അത് ചെയ്തതെന്നുള്ളത് അന്വേഷിക്കുന്നു എന്നുള്ളടത്തേക്ക് വളരെ എങ്ങനെ അത് റിവോൾട്ട് ചെയ്യണം, അതിനെതിരെ എങ്ങനെ നിലപാടെടുക്കണം, ആ പ്രസന്റിൽ നിൽക്കാനുള്ള ഒരു ജാഗ്രത എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും ഗാന്ധിക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ ഭഗവത്ഗീത എന്നായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ ആശയം വേണം. ഞാൻ ഡു യുവർ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതാണ്? അപ്പൊ സ്നേഹം വേണം, അഹിംസ വേണം, ഇങ്ങനെ വേറെ കുറെ ഇൻസ്ട്രുമെന്റുകളാണ്. അത് ആശയങ്ങൾ നമ്മൾ മുദ്രാവാക്യങ്ങളായിട്ട് വരികയും അത് ജനങ്ങൾ അത് ബഹുഭൂരിപക്ഷം അംഗീകരിക്കുന്നു. അപ്പൊ കൊല്ലട എന്ന് പറയുമ്പോൾ 5 പേര്, കൊല്ലരുത് എന്ന് പറയുമ്പോൾ 50,000 പേര് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതാണ്. അതാണ് ഒരു ലോകക്രമം. ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് ഈ ഗാന്ധിയുടെ ആ സമയത്തുള്ള വിജയം. പക്ഷെ അത് അന്ന് നമുക്കറിയാം, അതിന് പല പുള്ളിയുടെ ആശ്രമ സ്റ്റൈലിലുള്ള ജീവിതം, ആള് കോട്ടും സൂട്ടൊക്കെ ഉപേക്ഷിക്കുന്നു. ഒരു എന്താ പറയാ, വിൻസ്റ്റൺ ചർച്ചിലെ ഒരു സന്ദർശനത്തിൽ പോലും കളിയാക്കി പറയുന്നുണ്ട്, ഹാഫ് നേക്കഡ് ഫക്കീർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അപ്പൊ ഗാന്ധി വിൻസ്റ്റൺ ചർച്ചിലിനെ തിരിച്ചു പറയുന്നുണ്ട്, ഫക്കീർ എന്നുള്ള മഹത്തായ വാക്കൊന്നും ഉപയോഗിക്കല്ലേ, അത് ഭോജ്യ വാക്കാ, സന്യാസം എന്നൊക്കെ പറയുന്നു. നമ്മൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. വിൻസ്റ്റൺ ചർച്ചിലിന് തിരിച്ചൊരു പണി കൊടുത്തു. അപ്പം ഈ ചെറിയ വസ്ത്രം കൊണ്ടിട്ട് ഒരു വടിയും കുത്തിപ്പിടിച്ചൊരു മനുഷ്യൻ
സമ്മേളനങ്ങൾക്ക് വരുന്ന കാണുമ്പോൾ ആ സിംപ്ലിസിറ്റി സഹിക്കാൻ പറ്റാണ്ടാണ്. അവർ കോട്ടും സൂട്ടും അവർ അതിൻ്റെ വിസ്കി കഴിക്കലും ഒക്കെ ആയിട്ട് വേറെ തരം ലൈഫ് സ്റ്റൈലാണല്ലോ, വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിൽക്കുന്ന ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നുന്നു. പക്ഷെ ഈ തമാശ ഗൗരവമായി മാറുന്നത് പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ സിംപ്ലിസിറ്റി പവറായി മാറുന്നത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഞാൻ പിന്നെ വേറൊരു ആംഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു ആംഗിളാണ്. നമ്മൾ ബുദ്ധൻ്റെയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനങ്ങനെ ആലോചിക്കുന്നു, നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ എടുക്കുക, ഗാന്ധിയായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്, ഫ്ലഷ് ആൻഡ് ബ്ലഡിൽ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു, രക്തവും മാംസമുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഇട്ടുന്നത് വരും തലമുറയ്ക്ക് സംശയമായിരിക്കുന്ന രീതിയിൽ കമന്റ് ചെയ്ത ആളാണ്. കാരണം ഇത്രയും സമരങ്ങളോട് ഊർജ്ജം ഉണ്ടാക്കി ഇത്രയും മനുഷ്യർ സംഘടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചിട്ടുണ്ടോ എന്ന് വരും തലമുറ സംശയിക്കുന്നു പറഞ്ഞതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഈ ഐൻസ്റ്റൈൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, നമ്മൾ പല ടേണിംഗ് പോയിന്റ് പറയും. ഞാൻ കണ്ടെത്തുന്ന ഒരു പോയിന്റ് E=mc² എന്ന് പറയുന്ന E=mc² എന്ന് പറയുന്ന ആറ്റമിക് തിയറി, അത് അമേരിക്കയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തതാണ്. ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ഞാൻ എൻ്റെ പല കൂട്ടുകാരായിട്ടുള്ള സംവാദങ്ങൾ പറയാറുണ്ട്, എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഗാന്ധിനെ ഇത്രയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്തുകൊണ്ട് ഗാന്ധിയുടെ അടുത്ത് ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ വന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. നമ്മൾ ഇന്ന് നിൽക്കുന്ന ലോകക്രമത്തിലേക്ക് ബ്രിട്ടീഷുകാരൻ പിൻവാങ്ങി പോയാലും ഏറ്റവും ക്രിമിനലിസവും യുദ്ധവെറിയും പ്രചരിപ്പിക്കുന്ന തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായ ബുദ്ധൻ മുതൽ ഗാന്ധി വരെയുള്ള എല്ലാ സ്നേഹത്തിന്റെയും അഹിംസാ സിദ്ധാന്തത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്ന ഒരൊറ്റ പണിയാണ് ഹിരോഷിമ നാഗസാക്കി എന്ന് പറഞ്ഞ ബോംബിങ്, ആറ്റം ബോംബ് കൊണ്ടിടുന്നു. അതിന്റെ തിയറി എവിടെ നിന്നാണ് പോയത്? ഐൻസ്റ്റൈൻ്റെ കയ്യിൽ നിന്നാണ്. ജൂതനാണ്. ജർമ്മനിയുടെ ആ ഒരു പൗരനായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ഹിറ്റ്ലറുടെ കയ്യിലേക്ക് ഇത് കൈവിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള ഒറ്റ പോയിന്റിലാണ് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കയുടെ അടുത്തേക്കാണ് അത് കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ വേറൊരു ആംഗിൾ നോക്കൂ, 100-400 വർഷത്തെ ചരിത്രം മാത്രമുള്ള ഈ അമേരിക്കയാണ്. വലിയ ഫിലോസഫേഴ്സിന്റെ ചരിത്രം ഇല്ല അവർക്ക് ബുദ്ധിസം അറിയില്ല. 18 വർഷം ബുദ്ധൻ ധ്യാനത്തിലിരുന്ന് പറഞ്ഞ മണ്ടനാണ് ബുദ്ധൻ എന്നാ പറയാ. അമേരിക്കയുടെ വ്യൂ പോയിന്റിൽ ബുദ്ധൻ ഭയങ്കര മണ്ടനാ. ആ സമയമൊക്കെ രാജകുമാരനാണ്, കുറെ ആൾക്കാരെയൊക്കെ കൊന്ന് ഇവര് ഇറാഖിലൊക്കെ എണ്ണപ്പാടൊക്കെ വെട്ടിപ്പിടിച്ച് പോലെ യുദ്ധമൊക്കെ നടത്തി കോടിക്കണക്കിന് ആളുകളെയൊക്കെ കൊന്നു ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് പോകേണ്ട ഒരു മനുഷ്യനാണ് ചുമ്മാ ഈ ധ്യാനത്തിലിരുന്നത്. അതാണ് അമേരിക്കൻ പോയിന്റ് ഓഫ് വ്യൂ. ഇമ്പീരിയലിസത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മുഴുവൻ മണ്ടത്തരമാണ്. ഇങ്ങനെ അലസമായ ഒരുത്തും കവിത എഴുതിയാൽ പോലും മണ്ടത്തരം. അത് നിങ്ങൾ അലസനായിട്ടിരുന്നു അതിന് കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ അത് മാത്രമാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തിയറിയിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഫിലോസഫിയുടെ പാരമ്പര്യം ഇല്ലാത്തൊരു അമേരിക്കൻ ഭരണകൂടത്തിന്റെ കയ്യിലേക്കാണ് ഈ E=mc² എത്തിയത്. അവിടെ നമ്മുടെ അതുവരെയുള്ള ചരിത്രം മുറിഞ്ഞു, വേറെ ചരിത്രം ആരംഭിക്കുകയാണ്. ബ്രിട്ടീഷുകാരനെ കുറിച്ചൊരു ഒരു റോയൽ സ്വഭാവമുണ്ട്. കാരണം ഈ ഒരു മനുഷ്യത്വരായിട്ട് ഗാന്ധിനെയൊക്കെ എത്ര തച്ച് തകർത്താലും അവസാനമൊക്കെ തിരിച്ചറിയുന്ന ഒരു എനർജി ഉണ്ട്. ഒരു വിക്ടോറിയൻ ഒരു ഈസ്തറ്റിക്സും അതിൻ്റെ ഐഡിയലിസും ഒക്കെ ഉള്ള ആളുകളാണ് അവർ. അവർക്ക് ഒരുപാട് യൂറോപ്യൻ ഫിലോസഫികളുണ്ട്. നമുക്കറിയാം സോക്രട്ടീസ് മുതലുള്ള ഫിലോസഫിയൊക്കെ എല്ലാ ഈ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലും മറ്റേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ലോകത്തിന് എല്ലാ ഫിലോസഫിയും പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അവർക്കുണ്ട്. പിന്നെ ഭരണപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈടെക്, അന്നത്തെ ഹൈടെക് അവരുടെ കയ്യിലായിപ്പോയി, സായിപ്പിന്റെ കയ്യിലായിപ്പോയി. അപ്പൊ ആ സായിപ്പ് പിന്നെ റെയിൽവേ കണ്ടുപിടിക്കുന്നു, പ്ലെയിൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ അവര് ലീഡ് ചെയ്യല്ലോ. അതാണല്ലോ കപ്പല്, അവരാണല്ലോ. നമ്മളിവിടെ കൊതുമ്പ് വള്ളത്തിൽ നടക്കുന്ന കാലത്ത് അവര് കപ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വാസ്കോഡ ഗാമ മുതൽ ഇങ്ങ് വരികയാണല്ലോ. പക്ഷെ അങ്ങനെ കുറച്ച് തിരിച്ചറിവ് അപ്പോഴും ഉണ്ട് അവർക്ക്, ഫിലോസഫിയുടെ ബേസ് ഉണ്ടെന്നുള്ളത്. ഞാനീ പറയുന്നതിൽ വിവാദം ഉണ്ടായിരിക്കാം. പക്ഷെ ഗാന്ധി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഐൻസ്റ്റൈൻ ഈ തിയറി ചർച്ച ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ മാറുവാണ്. സ്റ്റാലിന്റെ അടുത്ത് വരണം എന്നാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ ആലോചിക്കുക. എന്തുകൊണ്ട് സ്റ്റാലിനെ കാണാൻ വന്നില്ല ഗാന്ധി? അപ്പോൾ ലെനിൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഗാന്ധിയായിട്ട് സംവാദം നടത്തുമായിരുന്നു. അങ്ങനെ ഒരു വിഷയമുണ്ട്. 1924 ലെനിൻ അകാല മരണമാണ്. അത് ഒരു ഡിസ്കഷൻ ഒരു സ്റ്റുഡന്റിനെ കടത്തിവിടുമ്പോൾ വെടിവെച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ ഡെമോക്രസിയുടെ വേറെ തലങ്ങളാണ്. അതിന് വേറെ തീസിസ് ഒക്കെ ഉണ്ട്. പക്ഷെ ലെനിനെ സ്റ്റാലിൻ ചെയ്യുമ്പോൾ ഗാന്ധി വായിക്കണേ ഇല്ല. അതാണ് അതിൽ തമാശ. ലെനിനെ മാത്രമല്ല, മാർക്സും ഗോർക്കി വായിച്ചിട്ടില്ല, ടോൾസ്റ്റോയിനെ വായിക്കുന്നത്. സ്റ്റാലിനെതിരെയൊക്കെ ഗാന്ധിയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് പല രീതിയിൽ.
അപ്പം ഐൻസ്റ്റൈനും അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ അടുത്ത് എത്താനുള്ള പേടിയുണ്ട്. കാരണം ഹിറ്റ്ലറായിട്ടാണ് ഫൈറ്റ്. ഹിറ്റ്ലർ ചിലപ്പം മൊത്തം സ്റ്റാലിനെയും വിഴുങ്ങി, റഷ്യയും വിഴുങ്ങി, യൂറോപ്പും വിഴുങ്ങിയാൽ പിന്നെ ഈ തിയറി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ പാവം അയാളൊരു വളരെ ഇന്നസെന്റ് ആയിട്ട് ചിന്തിച്ചാണ് അറ്റ്ലാന്റിക് ഓഷൻ അപ്പുറത്തേക്ക് പോയി കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് സമകാലിക ഇന്ത്യ എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് നമുക്ക് ഗാന്ധിയുടെ സമരത്തിലൂടെ വന്ന അഹിംസയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും നമുക്കറിയാം ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുക്കാത്ത RSSന്റെ ഒരു കക്ഷി വക്താവ് എന്നുള്ള രീതിയിൽ ഗോഡ്സെയാണ് ഈ പ്ലാൻ ചെയ്ത് വരുന്നത്. പറഞ്ഞു വരുന്നത് മുസ്ലിം ഹിന്ദു പ്രശ്നം എന്നുള്ളതാണ്. എന്നാലും നമുക്കൊരു ആശ്വാസമുണ്ട്. കാരണം വെച്ചാൽ പിന്നീടും ഈ ഗാന്ധിയൻ ഫിലോസഫിയിലൂടെ ഈ മറ്റ് നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളുടെ അവകാശ സമരങ്ങളും അഹിംസ സിദ്ധാന്തവും വർഗസമരവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു മൂവ്മെന്റ് ഇന്ത്യയിൽ സാധ്യമാകുമായിരുന്നു. പക്ഷെ അവിടെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ തലത്തിൽ അത്തരം എല്ലാ ആശയങ്ങളുടെയും കടക്കിൽ കത്തിവെക്കുകയും ഈ കൊല്ലുക തിന്നുക എന്നുള്ളൊരു ഒറ്റ തിയറിയിലേക്ക് ലോക ജനതേനെ അല്ലെങ്കിൽ ഒരുപാട് ഭരണാധികാരികളെ അതിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഹിരോഷിമ നാഗസാക്കിയുടെ ബോംബിംഗ് വരുന്നത്. അത് ഈസിക്കൽ എം-സ്ക്വയർഡ് അവിടെ കൊണ്ടുകൊടുത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഗാന്ധിയെ സംബന്ധിച്ച് അത് ഇനിയിപ്പോ ഐൻസ്റ്റൈൻ പോലും ജപ്പാനിൽ വന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയാണ് വരുന്നത്. പക്ഷെ അതിന് ശേഷം നമുക്ക് 45-ന് ശേഷം നമുക്ക് അന്ന് മാവോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 49-നാണ് മാവോ ചൈനയൊക്കെ ഫ്രീ ആവുന്നത്. ഇതെന്തുകൊണ്ടത് യുദ്ധത്തിന്റെ തിയറി പറയാൻ കാരണം വെച്ചാൽ ഒരേ ടൈം ആയതുകൊണ്ടാണ്. കണ്ടംപററി ആയിട്ട് അവരുടെ ഒരു പീരീഡാണ്. ഗാന്ധിയുടെ മൂവ്മെന്റ് സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാർ തൂത്തെറിയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉടനെ അമേരിക്ക ചെയ്യുന്ന എന്താണ്? ഈ ഗാന്ധിസവും അഹിംസ സിദ്ധാന്തവും മാർക്സിസവും സ്റ്റാലിനൈസേഷനും ഒപ്പം മാവോയിസും ചേർന്ന് വരുന്ന ഒരു ഏഷ്യൻ ബെൽറ്റ് ഭയങ്കരമായിട്ട് റഷ്യയുടെ സഹായത്തിലൊക്കെ വരുന്നത് സഹിക്കാൻ പറ്റാത്തൊരൊറ്റ രാഷ്ട്രമാണ് അമേരിക്ക. സൂപ്രമസി എവിടെ വരിക? സ്റ്റാലിന്റെ കയ്യിൽ വരിക. സ്റ്റാലിന്റെ കയ്യിൽ സൂപ്രമസി വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പീരിയലിസത്തിനും സമ്മതിക്കാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്റ്റാലിൻ ചിലപ്പോ പിന്നെ സ്റ്റാലിന്റെ പവർ കൊണ്ടാണ് ഹിറ്റ്ലർ പോലും സൂസൈഡ് ചെയ്തത്. അത് വേറെ കാര്യം. സ്റ്റാലിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഹിറ്റ്ലർ സൂസൈഡ് ചെയ്യുന്നത്. സ്റ്റാലിന് ഒരുപാട് പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കഷന്റെ ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് ഏത് പ്രാക്ടീസിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റാലിൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഹിറ്റ്ലർ വീണു പോകുന്നത്. അതിനു മുമ്പ് മുസോളിനിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. അപ്പൊ ഇന്നത്തെ ഫാസിസ്റ്റുകൾ പഠിക്കുന്നില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു ലോക ജനത മനുഷ്യനെ ഈ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുകയും ക്രിമിനലിസത്തിനെതിരാവുകയും എങ്ങനെയാണ് അവർ കല്ലെറിഞ്ഞു കൊല്ലുന്നത്, കെട്ടിത്തൂക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് സൂസൈഡ് ചെയ്യുന്നത്, പ്രാന്താവുന്നത്, ഇതൊക്കെ പിന്നെയും രേഖപ്പെടുത്തിയ. പക്ഷെ അവർ വിടില്ല, അവരാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇംപീരിയലിസം എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് പിന്നീട് ഈ പുത്തൻ സാമ്രാജ്യത്തായിട്ട് മാറുന്ന ഒരു തിയറി. ആ തിയറിയുടെ ഓരോ മിനിറ്റുകളും ഈ അഹിംസ സിദ്ധാന്തത്തെയും ബുദ്ധിസത്തെയും ഈ സോക്രട്ടീസിന്റെ യുക്തിവാദത്തെയും സെക്യുലറിസത്തെയും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും ഉയർന്ന ജനാധിപത്യ മൂല്യബോധത്തെയും തകർക്കുക എന്നുള്ള പണി മാത്രമാണ് അമേരിക്ക ചെയ്തു കൂട്ടിയത്. അതിനകത്ത് സംശയം കടത്തിവിടുവര് സ്പൈ വർക്ക് ചെയ്യും. നമ്മുടെ കൂടെ വിമോചന സമരം ഉണ്ടാക്കുന്ന CIAയുടെ പണം കൊണ്ടാണ് വരും. ഇതൊക്കെ സംഭവിക്കുന്നത് കോൺഗ്രസിന് പോലും മനസ്സിലാവുന്നില്ല. അവരുടെ വേരുകൾ ഇളകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതിനെക്കുറിച്ച് വിജിലന്റ് ആണ്. നമ്മളൊക്കെ വിജിലന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ലോകചരിത്രം അനലൈസ് ചെയ്യപ്പെടുന്ന ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെയാണ്. അത് അതിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പോയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു തിയറി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൈദ്ധാന്തികർ വരുന്നത് ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ നിന്ന് വരിക. ഏറ്റവും കൂടുതൽ കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഏറ്റവും 99% ഈ ഇടതുപക്ഷ പുരോഗമന ആശയങ്ങളായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. കവി നെരൂദ എടുത്താലും അതെ, നമ്മുടെ ചങ്ങമ്പുഴ എടുത്താലും വയലാർ എടുത്താലും അങ്ങനെ ലോകത്തില് ലോർക്ക എടുത്താലും ഒക്കെ അങ്ങനെ വരുന്നു. എന്നിട്ടും ലോകം എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് തിയറി? ആ നെഗറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടുത്തെ ഒരു കൊട്ടേഷൻ സംഘം ഒരാളെ കൊന്നു അതല്ല വിഷയം. ഒരു ഭരണക്രമം അവരെങ്ങനെ ഉണ്ടാക്കിയെടുക്കും, കണ്ടീഷൻ ചെയ്തെടുക്കും. അതായത് ഈ നഗസാക്കി ഹിരോഷിമയിൽ ബോംബിടുമ്പോൾ അന്ന് ഈ അഹിംസാ സിദ്ധാന്തത്തിന്റെയും സ്നേഹ സിദ്ധാന്തത്തിന്റെയും സഹന സമരത്തിന്റെയും ഒക്കെ അടിയിൽ കത്തിവെച്ചു എന്ന് പറയുന്ന സാധനമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന കൊല്ലുക തിന്നുക, നിങ്ങൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്നുള്ള രീതി. അതാണ് ഇപ്പൊ ട്രംപും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ അമേരിക്കൻ ആ മോഡൽ തന്നെയാണ് ഇവിടെയും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ ഇതെല്ലാം വരുന്നിടത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ, ഏറ്റവും കൂടുതൽ കുട്ടികളെ, സ്റ്റുഡൻസിനെ അണിനിരത്തിയ ഗാന്ധി പ്രസ്ഥാനം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയാണ് കയ്യിൽ പോകുന്നത്? അവർക്ക് പറ്റുന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവരും മാർക്സിസം ശരിക്കും പഠിച്ചിട്ടില്ല. നമുക്ക് പറ്റിയ പ്രശ്നം, നമ്മൾ മാർക്സിസം നന്നായി ആഴത്തിൽ പഠിക്കുന്നതിൻ്റെ കൂടെ ബുദ്ധിസവും ഗാന്ധിസവും നാരായണ ഗുരുവിന്റെ നവോത്ഥാന മൂവ്മെന്റും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമര രീതികൾ ഇപ്പൊ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറവുകൂടി വിശാല അർത്ഥത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രതിസന്ധി നമ്മൾ നേരിടാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ ഒന്നും പഠിക്കില്ല, അവർ ഗാന്ധിസം തന്നെ ഉപേക്ഷിക്കുകയാണ്. പിന്നെ ഗാന്ധിസം ഉപേക്ഷിക്കുന്ന ആൾക്ക് മാർക്സിസം തൊടാനേ പറ്റില്ല. നാരായണ ഗുരു പിന്നെ അടുക്കും, അവർക്ക് ആവശ്യമില്ല. അവർ മൊത്തത്തിൽ ഇപ്പോൾ അഴകുഴമ്പൻ രീതിയിൽ കച്ചവടമാണ്. ഒരു തടിക്കൂപ്പ് ലേലത്തിന് പോകുന്ന പോലെയാണ്. MLA-മാരിൽ നിന്ന് ഇത്ര അടി ഉയരമുള്ള ഒരാൾ ഇത്ര കോടി കിട്ടും, കാണാൻ സുമുഖനാണെങ്കിൽ കുറച്ചുകൂടി കിട്ടും, അബ്ദുള്ള കുട്ടിയാണെങ്കിൽ ഇത്ര കിട്ടും, മറ്റാളാണെങ്കിൽ സുധാകരന് ഗ്ലാമർ കുറവാണ്, കുറച്ചുകൂടി ബ്യൂട്ടി പാർലറിൽ പോയി തിരിച്ചു വന്നാൽ അവനൊരു 100 കോടി കൊടുക്കും. അത് കമ്മീഷൻ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ അടിസ്ഥാനപരമായിട്ട് സമകാലിക ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റേ ചരിത്രം നമ്മൾ മനസ്സിലാക്കപ്പെട്ടുകൊണ്ടാണ് അതിലേക്ക് ഞാൻ അധികം പോകാത്തത്. ആ സിദ്ധാന്തങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഈ ഒരു വിഷയം ഭയങ്കര പ്രശ്നമാണ്. ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തിയറിയാണ് എല്ലാ ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ മനുഷ്യരാശിയുടെ അകത്തൊക്കെ നന്മയുണ്ട്, ഗാന്ധിസമൊക്കെ ഉണ്ടെങ്കിലും അതിനെ ലീഡ് ചെയ്യുന്ന ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പിന്റെ ഒരു വലിയൊരു ലൈറ്റ് ഹൗസ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഡയമണ്ട് കട്ടിങ് പോലെയുള്ള ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ അത് ഉയർന്നു വരേണ്ടതുണ്ട്. അത് അന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധി, നെഹ്റു ഇങ്ങനെ വലിയ നിരയാണല്ലോ കിടക്കുന്നത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിലും വലിയ നിരകളാണ് കിടക്കുന്നത്. പിന്നീട് അതിന്റെ ആർച്ചവം എവിടേക്കോ ഒരുവിധം എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വന്ന് പോകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടാത്ത രീതിയിൽ അതിൻ്റെ ഒരു ആർജവത്തിലേക്ക് വരാതിരിക്കും തോറും നേരത്തെ പറഞ്ഞ ഈ ട്രംപ് പോലുള്ള അവരുടെ ക്രിമിനലിസം പെട്ടെന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ അവസരവാദികൾ ഉണ്ടാക്കാൻ പറ്റും, അവസരവാദികൾ ഉണ്ടാക്കാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിപ്പിച്ച് തല്ലുപിടിപ്പിക്കുക, ഡിവൈഡ് ആൻഡ് റൂള്. ഗാന്ധി ആണെങ്കിൽ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ നേരെ ബ്രിട്ടീഷുകാരൻ ഡിവൈഡ് ആൻഡ് റൂൾ പറയുമ്പോൾ തിരിച്ചെന്ത് ചെയ്യുന്നു? ഹിന്ദു മുസ്ലിം സിഖ് ഐക്യം ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ പോകണമെന്നുള്ളത് ഇപ്പോഴും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് തന്നെയാണ്. എങ്ങനെയാണ് സെക്കുലർ ഡെമോക്രാറ്റിക് ഇന്ത്യ നമ്മളെങ്ങനെ സംരക്ഷിക്കണം, ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്ന സുപ്രീം കോടതി വിധികളും മറ്റ് CBI കോടതി വിധികളുടെയൊക്കെ ഗതികേട് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയം വരുന്നു. ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പുറത്തെ മനുസ്മൃതിയാണ് പിന്നെ കയറി വരുന്നത്. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ സമകാലിക ഇന്ത്യ പോകുന്നത്. അപ്പോൾ ഈ ഗാന്ധിസം എന്ന് പറയുന്നതിന്റെ പ്രസക്തി യുദ്ധം ലോകത്തിലുള്ളിടത്തോളം കുറയുന്നില്ല. യുദ്ധത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ്. ബുദ്ധൻ വേഴ്സസ് യുദ്ധം വേഴ്സസ് ബുദ്ധൻ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അതിന്റെ തുടർന്ന് ഗാന്ധി വരും. വല്ലാത്തൊരു ക്രൈസ്. പിന്നെ ഈ യുദ്ധവറി എങ്ങനെയാണ് അത് കുറയ്ക്കാൻ പറ്റുക? നമ്മൾ നാട്ടുകാരോട് ചോദിച്ചിട്ടൊന്നുമല്ല ഒരു ഭരണകൂടം മിസൈലുകൾ ഉണ്ടാക്കും. കാണാൻ നല്ല സുന്ദരമായ മിസൈലുകളാണ്, നല്ല പോയറ്റിക്കാണ്, പക്ഷെ അതിനകത്ത് പോയ്സനാണ് എന്ന് പറഞ്ഞാൽ മരണമാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ചന്തമാണ്. ഇതിന് കോടികളാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കൊറോണയുടെ കാലത്ത് നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഈ കോടികൾ ചെലവാക്കിയ യുദ്ധോപകരണങ്ങൾ ഒന്നും കൊറോണയെ നേരിടാൻ തയ്യാറല്ല. അതൊക്കെ വെറുതെ ഡെഡായി ഇങ്ങനെ ഇരിക്കുക തന്നെയാണ്. ഇനിയും പിന്നെ യുദ്ധോപകരണങ്ങൾക്ക് കോടികൾ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുക. ട്രംപ് ഇവിടെ ഒന്ന് ഇത്ര 10,000 ലക്ഷം കോടികളുടെ ആയുധ കച്ചവടം നടത്തുന്നു. അപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നത്തിന് ആരോഗ്യ മേഖല, ഗാന്ധി പറയുന്ന വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ജീവിതങ്ങൾ, നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. നമ്മൾ ഒരു പ്രളയം വരുമ്പോൾ ഉടനെ നമ്മൾ ആലോചിക്കുന്നത് ഗാന്ധിയൻ ജീവിതമാർഗം. അതാണ് അതിന്റെ വിഷയം. അപ്പോഴും ഈ ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള ഈ ആയുധ കച്ചവടത്തിന്റെ സ്ഥലം അവിടെ നിലനിൽക്കുന്നു. ആ ആയുധ കച്ചവടം ഉള്ളവൻ മനുഷ്യന് വിലയില്ലല്ലോ. മനുഷ്യന് വിലയില്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് വിലയില്ല. സ്ത്രീകളൊക്കെ അധ്യാപകരെ പോലും വിദ്യാർത്ഥികൾക്ക് ഒരു അറ്റാക്ക് ചെയ്ത് റേപ്പ് ചെയ്യുന്നു എന്നുള്ള തലത്തിൽ പോലും. അപ്പം അങ്ങനെ വല്ലാത്തൊരു ഒരു മൂഡ് ഉണ്ടാക്കുന്നവരാണ് ഈ ഇമ്പീരിയലിസമാണ്. അവരുടെ തിയറി എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എങ്ങനെ ജനാധിപത്യ ധ്വംസനം നടത്താം, ഏകാധിപത്യം, അതാണ് അതിന്റെ ടെക്നിക്ക്. ചിരിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലുക എന്നുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞ ഒരു 60-70 വർഷം നമ്മൾ എടുത്താൽ മനസ്സിലാവും. ഏറ്റവും ഡെമോക്രാറ്റിക് ആയ ഗവൺമെന്റുകളെയൊക്കെ അമേരിക്ക എന്ത് ചെയ്യുന്നു? അടിച്ചു തകർക്കും. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഇതേപോലത്തെ വർഗീയ ഫാസിസ്റ്റുകളൊക്കെ ഉള്ളാലച്ചിരിക്കുന്നുണ്ട്. അതിനെതിരിപ്പം നമ്മളിപ്പോ ഗാന്ധിയുടെ അഹിംസ സിദ്ധാന്തം മാത്രം എടുത്തിട്ടല്ല ഹോജിമിൻ അമേരിക്കക്കെതിരെ ഫൈറ്റ് ചെയ്തത്. അതും പഠിക്കണം കേട്ടോ. ഈ ഒരു തിയറി അതിന്റെ എല്ലാ അർത്ഥത്തിലും
സംശുദ്ധമായിട്ട് തന്നെ പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അത് എനിക്കുണ്ട്. ഇപ്പൊ ചെഗുവേരയുടെ മൂവ്മെന്റ് നമുക്കറിയാം, ക്യൂബൻ വിപ്ലവം അഹിംസയിലൂടെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ബാപ്റ്റിസ്റ്റ് ഗവൺമെന്റിനെ അടിച്ചു തകർക്കണമെങ്കിൽ ഗറില്ല യുദ്ധം തന്നെയാണ് അത്. മാവോ 4 വർഷം കണ്ടിന്യൂസ് ഗറില്ല യുദ്ധമാണ്. ഹോച്ചിമിൻ, അങ്ങനെയാണ് അമേരിക്കയുടെ ഇടപെടലിനെ തകർത്ത് കളഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ അഹിംസ ഉള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞ ഫൈറ്റായിട്ട് വരുമ്പോൾ ഇതെങ്ങനെ ഇത് പ്രായോഗികമാവും എന്നുള്ളൊരു വിഷയമുണ്ട്. ബഹുഭൂരിപക്ഷം മനുഷ്യർ പറയണത് ഞങ്ങൾ ആയുധം എടുക്കാൻ തയ്യാറാണ്, എന്ത് ചെയ്യും? അതാണ് വിയറ്റ്നാമിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോ ഈ തിയറി ഗംഭീരമാണ് അഹിംസ, പക്ഷെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഇമ്പീരിയലിസമായിട്ട് വരുന്നൊരു ഫൈറ്റിന്റെ സ്ഥലത്ത് നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റവും സംശുദ്ധരായിരിക്കും, അഹിംസവാദികളും മനുഷ്യസ്നേഹികളായിരിക്കുമ്പോൾ തന്നെ ഫൈറ്റ് വേണ്ടി വരുന്ന സ്ഥലത്ത് എങ്ങനെയാ ഈ തിയറി ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു വലിയൊരു പ്രതിസന്ധി ഉണ്ട്. അത് 45 മുമ്പുള്ള പ്രതിസന്ധി അല്ല, ഇപ്പോൾ ഭയങ്കര ഭീകരമാണ്. അതിനുശേഷം വന്ന മൂവ്മെന്റുകൾ മുഴുവൻ അതിനെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് വിജയം വെന്നിക്കൊടി ചാർത്തിയിട്ടുള്ളത്. അതിനുശേഷം അത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ചിലി ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുന്നു, നെരൂദയെ കൊല്ലുന്നു എന്നുള്ളത് ഇമ്പീരിയലിസത്തിന്റെ അമേരിക്കൻ സാമ്രാജ്യമാണ്. ഇവിടെ ഗോന്ദ്ര കലാപം ഉണ്ടാകുമ്പോൾ അതിന്റെ ട്രെയിനിങ് കൊടുത്ത ന്യൂയോർക്കിലാന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അപ്പം നാളെ വരാൻ പോകുന്ന സ്ഥലത്ത് എൻ്റെ ഒരു മനസ്സിലെ ബുദ്ധിസം വേണം, ഗാന്ധിസം വേണം, മാർക്സിസം വേണം, നാരായണ ഗുരുവിന്റെ മൂവ്മെന്റ് വേണം. ഇതിനെ സമന്വയിപ്പിക്കുന്ന വലിയൊരു മൂവ്മെന്റിന് മാത്രമാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ സമരമായിട്ട് നിൽക്കുമ്പോൾ സമരത്തിന്റെ പല പല ലെയറുകൾ ചിലപ്പോൾ വേണ്ടി വരുന്നു എന്നുള്ളത്. നേച്ചർ നമുക്ക് എടുക്കും. നേച്ചറിൽ നമ്മൾ നോൺ വയലൻസും കൊണ്ട് പ്രകൃതിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പോയി പണിയൊക്കാൻ പറയും പ്രകൃതി. കാരണം ഏറ്റവും സൈലൻസ് ഉള്ള പ്രകൃതിയാണ് ഏറ്റവും വയലൻസ്, അതുകൊണ്ട് അതിനകത്ത്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന നേച്ചർ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുൾ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരൊട്ടിക്കായും തരും, പോയ്സണും ഉണ്ട്, പക്ഷെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് തരുന്ന പ്രകൃതിയാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നത് ഭൂമിക്കൊലിപ്പ് ഉണ്ടാക്കിയിട്ട്, ഒറ്റയടിക്ക് പ്രളയം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു സുപ്രീം കോടതി ഇല്ല, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നു കളയുന്നു. അപ്പൊ അവിടെ നമ്മൾ ഈ തിയറിയും കൊണ്ട് പോകണ്ട. നമ്മൾ മനുഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്ത്, മാനവികതയായിട്ട് ബന്ധപ്പെട്ടിടത്താണ് ഇതിന്റെ ഒരു ഡൈമൻ നിൽക്കുന്നത്. പക്ഷെ അപ്പൊ തന്നെ ഈ ഒരു വിഷയമുണ്ട്. ഈ സമരമായിട്ട് വരുമ്പോൾ ഇതെങ്ങനെ കോർഡിനേറ്റ്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്നും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ചില അനിവാര്യമായ മുഹൂർത്തത്തിൽ ക്യൂബൻ വിപ്ലവം പൂർത്തീകരിച്ചു, വിയറ്റ്നാം വാർ നടന്നു, ഒക്കെ ശരി. പക്ഷെ ഇന്ത്യയുടെ ഈ മിത്തിലും വിശ്വാസങ്ങളും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ആയിരക്കണക്കിന് ലാംഗ്വേജുകളും ഒരുപാട് ഭഗവതുകളും ജാതി മതങ്ങൾക്ക് ഏറ്റവും വൈരുദ്ധ്യങ്ങൾ, ഒരു പക്ഷെ ലോകത്തിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എല്ലാം അടിഞ്ഞുകൂടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭാരതമായിരിക്കും. മ്യൂസിക് ഏറ്റവും നല്ലതുണ്ട്, എല്ലാം ഉണ്ട്, കലയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ മോചനം നേടിയ രാജ്യങ്ങൾ, മതങ്ങളിൽ നിന്ന് മോചനം നേടിയ നോർവേക്ക് ഫ്രീ ആയിട്ടുള്ള രാജ്യങ്ങൾ അങ്ങനെ ഉണ്ട്. നമ്മൾ പക്ഷെ ഇവിടെ അധികം പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ഈ മതങ്ങളിൽ നിന്ന് മോചനം നേടിയ രാജ്യങ്ങൾ എത്രയുണ്ട് നോക്കേണ്ടി വരും. ഐസ്ലാൻഡ്, നോർവേ, അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നം കോൺഗ്രസ്സുകാരാൽ ഇതൊരിക്കലും നേരിയാവാൻ പോകുന്നില്ല. ബാക്കി നിൽക്കുന്നത് നമ്മൾ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുകളാണ്. അതിന്റെ തലച്ചോറിൽ നിന്ന് ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങൾ, ഇതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ സിദ്ധാന്തം വേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഗാന്ധിയായിട്ടും നെഹ്റുവായിട്ടും യാതൊരു ബന്ധവുമില്ല. നെഹ്റുവിന്റെ സെക്യുലറിസം ഇല്ല, നെഹ്റുവിന്റെ ഡെമോക്രാറ്റിക് തോട്ട്സ് പോലും ഒരു അംശം പോലും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അവർ കോമാളികളായി മാറിക്കൊണ്ടിരിക്കുക. അത് കച്ചവടത്തിന്റെ തലം മാത്രം. അപ്പൊ നമ്മൾ ഈ ഐഡിയൽ ആയിട്ട് നിൽക്കുമ്പോൾ ലോകത്തിന്റെ മൊത്തം നോക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഫെഡറൽ കാസ്ട്രോ എന്ന് പറയുന്ന ആൾക്ക് ചില കാര്യങ്ങൾ ഊർജം കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ആലോചിക്കും കേരളത്തിന്റെ ഭരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിലവിൽ അവശേഷിക്കുന്ന ഇത്തരം നല്ല കുറെ ആശയങ്ങളെങ്കിലും ക്രോഡീകരിച്ചുകൊണ്ട് മനുഷ്യത്വവും അഴിമതി കുറവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇതിന് ഒരു മാതൃകയാവുന്നു എന്നുള്ളിടത്താണ്. ഒരുപക്ഷെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അടുത്ത സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വരുന്നത് ഒരുപക്ഷെ കേരളം മാതൃകയായിട്ട് വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും നമ്മൾ ഗാന്ധിസവും നാരായണഗുരുവും നവോത്ഥാനമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിർത്താം, അല്ലേ? അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒറ്റ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അടുത്ത് വരുന്ന ഇലക്ഷനിൽ ട്രംപിന് ഒരു പരാജയം സംഭവിക്കണമെന്ന് ഉള്ളാൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് ഇമ്പാക്റ്റ് ചിലപ്പോൾ ഇന്ത്യയിൽ
ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ സംഭവിച്ചേക്കാം. പിന്നെ വരാൻ പോകുന്ന ആള് ഒരിക്കലും ബുദ്ധനും അല്ല ഗാന്ധിയും അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ തൽക്കാലം ഒരു ഷോക്ക് കിട്ടും. കാരണം എത്ര ക്രിമിനൽസും എത്ര സ്ത്രീ വിരുദ്ധത പറഞ്ഞാലും വീണ്ടും വീണ്ടും അവർ തന്നെ ജയിച്ചു കയറുക എന്ന് പറയുന്നു. ഇവിടെയും രണ്ടാം മോദി ഭരണം ജയിച്ചു കയറുമ്പോഴൊക്കെ സംഭവിക്കുന്ന ആ ഒരു അവസ്ഥ എങ്ങനെയാണ് മനുഷ്യരാശി ഇതിനെ എന്തുമാത്രം സഹിക്കുന്നത്? ഇന്ത്യൻ ജനത സഹിക്കുകയാണ്, ഭയങ്കരമായിട്ട് സഹിച്ച് അവസാനം പൊട്ടിത്തെറിക്കുക. അതാണ് ഇന്ത്യൻ ജനതയുടെ പ്രത്യേകത. വേണ്ട രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വരണം. അതിന് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഏറ്റവും നല്ല മൂല്യങ്ങൾ, മനുഷ്യത്വപരമായ മൂല്യങ്ങൾ എടുത്തുകൊണ്ട് എങ്ങനെ ഒരു വലിയ സമരമുഖം തുറക്കാമെന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും കെജ്രിവാൾ ഒന്നും ഒക്കെ, പക്ഷെ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവുന്നുണ്ട് അത് എന്തോ ഒരു ഷണ്ഡീകരണമുണ്ട്. ചന്ദ്രശേഖർ ആസാദ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഇനിയും പ്രതീക്ഷയുണ്ട്. കനയ്യകുമാർ വരുന്നു ദളിതിൽ നിന്ന് മൂവ്മെന്റ്. ഒരുപക്ഷെ ദളിതിൽ നിന്നുള്ള മൂവ്മെന്റ് ഈ ഗാന്ധി ഈ വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഹരിജൻ ഗിരിജൻ എന്നൊക്കെ പറയുന്ന ആ മൂവ്മെന്റ്, അതിൽ നിന്ന് വലിയൊരു നേതൃത്വം, ആ നേതൃത്വം ലോകത്തിന്റെ ഫിലോസഫി മനസ്സിലാക്കിയിട്ട് ലോകത്തിന്റെ സാംസ്കാരിക കലാചരിത്രവും മനസ്സിലാക്കിയിട്ട് ആർജവത്തോടുകൂടി വരണം എന്നുള്ളതാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ആർജിച്ച പോലെ തന്നെ സാധാരണ ദളിതരും മാർക്സും ഗോർക്കിയും വായിക്കണം, എല്ലാം വായിക്കണം, അങ്ങനെ വലിയൊരു തലത്തിൽ കാട്ടുകടന്നിലും വായിക്കണം എന്നുള്ള പോലെ അങ്ങനെ കയറി വരുന്ന ഒരു തലം. ഓക്കെ, എന്തായാലും ഇത്രയും സമയം ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല ഇപ്പോൾ പോകുന്നത്, നമ്മൾ മെമ്മറിയിൽ നിന്ന് പോകുന്ന രീതിയാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും, കുറേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പറഞ്ഞു വരുമ്പോൾ എനിക്കും കുറെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അങ്ങനെ പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഇതിനെ നേരിട്ടേ പറ്റൂ. വളരെ നന്ദിയുണ്ട് ഇന്നത്തെ ദിവസം. ഈ ഒരു ആംഗിളിൽ ഈസിക്കൽറ്റി MC സ്ക്വയർഡ് എന്ന് പറയുന്നത് ആറ്റം തിയറി അല്ല, സമരത്തിന്റെ തിയറിയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കത് തിരിച്ചു പിടിക്കണം, അമേരിക്കയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണം.